Hello guys, this is Homo Sapiens. Welcome to your first vlog video. In the video ആണ് അനിലിനെ സൂപ്പർ ആവാനുള്ള റീസൺ എന്താണ്? നമ്മളെല്ലാരും എന്തുകൊണ്ട് നമ്മൾ അനിലിനെ സൂപ്പർമാൻ എന്ന് വിളിക്കുന്നത്? കൂട്ടത്തില് വിവേകവും ബുദ്ധിയും പക്വതയുള്ള ഒരേ ഒരു അതാണ് ആ ഒരു വലിയ സത്യം. അശ്വിൻ അല്ലാണ്ടും കൂടെ ക്രിക്കറ്റ് കാണാൻ പോയപ്പോഴാണ് അത് ഞാൻ പോയതല്ല, വിളിച്ചോണ്ട് പോയതാണ്. ഇവന് തള്ളിക്കൊണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ കാണുന്ന പോണോന്ന് പറഞ്ഞത് നമ്മള് കൊണ്ടുപോയാലും പോവുന്നില്ലല്ലോ. ഗ്രൗണ്ടിന് തൊട്ട് മുമ്പ് എന്നെ നോക്കിട്ട് ഇങ്ങനെ കാണിക്കും. അതിലെ സ്മൃതി മന്ദാനേനെ മാത്രം ആദ്യപടി വിരാട് കോഹ്ലി എവിടെയാണ് എല്ലാരും ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മളിപ്പോ ഞാനിപ്പം അവിടെ വെട്ടുകട പോകാന്ന് പറഞ്ഞ അവനെ കൊണ്ടുപോകണ വഴിക്കാണെങ്കിൽ ഇവൻ പറയും ഇല്ല പറ്റൂല, ഞാൻ വീട്ടിൽ പോണ്, നീ എന്നെ എവിടെ ആണെങ്കിൽ ഇറക്കി, ഞാൻ ബസ് കയറി പോകാന്ന് പറയും. പക്ഷെ നിന്നോട് അത് പറഞ്ഞില്ല. നിന്നോട് അത് പറഞ്ഞില്ല. ഞാൻ അവന് തമ്മില് വർഷങ്ങളോളം 8-9 വർഷം കൊണ്ട് ഞാൻ അവനെ കാണുന്നതാണ്. ഇവന് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയും. ഇവൻ അവിടെ നിർത്തുന്നില്ല, അവിടെ നിർത്ത, ഞാൻ ബസ് കയറി പോവാന്ന് പറയാം. അങ്ങനെ പറയുന്ന ഒരു മനുഷ്യനാണ് അനിൽ. എന്തുകൊണ്ട് എന്നെ ഇഷ്ടമൊന്നല്ല, നിന്നെ ഇഷ്ടമല്ല മനസ്സിലാക്കേണ്ട ഇതിനകത്ത്. രാത്രി വന്നിരുന്ന ലൈറ്റെങ്കിലും കാണാം. ചുമ്മയാണ് നിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഇത്രയും വർഷം കൊണ്ടാണെന്ന് അത് ഞാൻ മനസ്സിലാക്കാൻ താമസിച്ചു. ഇപ്പൊ ഒന്നിനും വരൂലല്ല. പേരുണ്ട് ജാഫിറോ ജൂഫറോ അങ്ങനെ ജുബൂദ് ജുബാദ് വിളിച്ചു നോക്ക്. ഇയാൾ പാതിരാത്രിയും പോവും 3 മണി. പറഞ്ഞ മുമ്പേ ഇപ്പോഴും ഈ ഓട്ടോറിക്ഷയിൽ രണ്ടുപേരും കൂടെ പോയി. അപ്പൊ മനസ്സിലായോ? കറക്റ്റ് പറയണില്ല. അന്നത്തെ ദിവസം രാത്രി ഇത്ര മണി ഇത്ര സെക്കൻഡ് ജോബി അല്ലേ പണ്ട് നിങ്ങൾ എല്ലാത്തിനും കൂടെ വന്നത്. അവനെ നിങ്ങൾ മറന്നില്ലേ? അവനെ നിങ്ങൾ മറന്നില്ലേ? അതിന്റെ മെയിൻ റീസൺ അശ്വിനാണ് വന്നോണ്ടാ. കുഴപ്പമില്ല, ഞാൻ അവനെ കളഞ്ഞിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ കളഞ്ഞു. ഇല്ല ജുബാദ് വന്നാണ് എല്ലാത്തിനും പ്രശ്നം. എനിക്കത് അറിഞ്ഞൂടെ. അത് പല ഓർമ്മകൾ മാഞ്ഞു മറിയുന്നു മുഖത്തൂടെ. ചുമ്മാ പെണ്ണ് കെട്ട് നടക്കണം. ഓരോ ആണുങ്ങളെ തേടി നടക്കി. ജുബാദിനെ കളഞ്ഞെടുത്ത അശ്വിനെ കളഞ്ഞെടുത്ത ആര് പിറകെ പോകുന്നു. പെണ്ണ് കെട്ടണേ അല്ലേ എത്രയും വേഗം. ഊഞ്ഞാല് അല്ലട ഊഞ്ഞാല് ഇങ്ങനെയൊന്നും അല്ലടാ. എന്റെ ഒരു കൈ എവിടെയാണ്? ഓക്കെ ശരിയായി. വാ ഇങ്ങനെയല്ല ഊന്നടാ, ഞാൻ ഊന്നാ അടുത്ത്. ഇത് കൊള്ളാലോ. അത് കറക്റ്റ് ഒരാൾക്ക് അപ്പുറം ചെയ്യാവട്ടെ ഇപ്പുറം ചാവട്ടെ അല്ലേ? ഇവനെ നോക്കി ഐക്യു ലെവല് ഒരാൾ കറക്റ്റ് ആക്കാം നോക്കിട്ടെ തിരിച്ചടിച്ചിടാ. എടുക്കണ്ട ഒരാളിര്. ഓ ഞാൻ നിർത്തി. ഇനി നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോവാം. ഇതിപ്പോ മരപ്പറ്റിയല്ല, പോക്കാനും അല്ല, അങ്ങനത്തെ ഒരു സാധനം. കുളിയല്ലേട്ടാ ചേട്ടാ, ഇവിടെ ഒരാൾ കുളിക്കല്ല. ഞാൻ പോകുന്നു. ബൈ ബൈ. അതിനുമുമ്പ് ഞാൻ വെള്ളത്തിൽ ചാടി. നമ്മളാരാ മോൻ? കാരം അങ്ങോട്ടല്ല സ്രാങ്കേ, അവനക്കറിയാ. അങ്ങാട്ടി വന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും. തിരിച്ചു നീന്തിയ വല്ല സഹാറ മരുഭൂമിയിൽ പോയി രസപ്പെടാ. അങ്ങനെ സംഭവിച്ചത് നല്ലതിനാവും. ഇല്ലെങ്കിൽ ഈ കൊളക്കടവിൽ
ഇങ്ങനെ എനിക്ക് കിട്ടുമായിരുന്നോ? വല്ല സ്റ്റേറ്റ് കാറിലും പറക്കുന്നുണ്ടാവും. ഒരു മോസ്റ്റ് പ്രോമിസിംഗ് ഡെഡ്ലി ടാലന്റഡ് ബ്യൂറോക്രാറ്റിന്റെ വേഷം. എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു, ഓടിക്കോടാ. അവൻ വീണ്ടും വന്നു, അടി തുടങ്ങിക്കോ. ഓടാ, അമ്മയും പെങ്ങളെ തിരിച്ചറിഞ്ഞൂടാത്തവന്മാരെ. Assistència de Xavi, més cap a dreta per Messi, 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 immens Messi, encara 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 Messi. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹോമി സേപ്പിയൻസ് സൈനിങ് ഔട്ട്. ലവ് യു ആൾ. ടാറ്റാ.